നമസ്കാരം. പൂഞ്ഞാറ്റിലെ കൊമ്പൻ തെന്നി വീണു. മതപ്പാടിളകിയ കുട്ടിക്കൊമ്പൻ സഭയുടെ കാലിൽ വീണു. ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ജോർജും മകനും എയറിലാണ്. കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞതോടെ പൂഞ്ഞാറ്റിലെ വെടിവെപ്പ് പേരിന് കാലിടറി. പിന്നാലെ പണിപാളിയെന്ന് മനസ്സിലായ കുട്ടിക്കുറുമ്പൻ സീറോ മലബാർ സഭാ മെത്രാന്മാരുടെ കാലിൽ വീണ് മാപ്പിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ BJPയിൽ ഇപ്പോൾ ഉണ്ടായ വൻ വിവാദത്തിൽ കേന്ദ്ര ഇടപെടൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, അതായത് ഏപ്രിൽ 29 ശേഷം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ കേരള BJPയിൽ അസ്വസ്ഥത ഓരോ ദിവസവും പുകഞ്ഞ് ബലൂൺ വീർക്കുന്നത് പോലെ വീർത്തുകൊണ്ടിരിക്കുക. ഏത് സമയവും പൊട്ടി തകർന്ന് തരിപ്പണമാകാം. കേരളത്തിലെ ക്രൈസ്തവരെ കാൽക്കീഴിൽ എത്തിക്കുക എന്ന BJPയുടെ തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്ന കേന്ദ്ര നയത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് BJP നേതൃത്വം മനസ്സിലാക്കി. അതോടെയാണ് ആശാനെയും ശിഷ്യനെയും BJP കൈവിട്ട ആക്കിയത്. ഇതിനിടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കാണാനെത്തിയ ഷോൺ ജോർജിനോട് സഭയിലുണ്ടാക്കിയ വിഷയത്തിൽ തങ്ങൾ ഇടപെടില്ലെന്നും തന്തയും പുന്നാര മോനും കൂടി ഉണ്ടാക്കിയ വിഷയം നിങ്ങൾ തന്നെ സ്വന്തമായി തീർത്തു കൊള്ളണമെന്നും കർശന താക്കീതാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. അതോടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. BJPയിൽ നിന്ന് ഒറ്റപ്പെടുന്നുവെന്ന തോന്നലും പാലാ രൂപതാ മെത്രാൻ കല്ലറങ്ങാട് പിതാവ് ഇവർക്കെതിരെ എടുത്ത നിലപാടും പൂഞ്ഞാറ്റിലെ വാവോയ കോടാലിക്കും കൈപ്പിടിക്കും എല്ലാം കൈവിട്ടുവെന്ന് മനസ്സിലായി. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതോടെയാണ് ഷോൺ എറണാകുളം കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ എത്തി സഭയ്ക്കെതിരായും അങ്ങയ്ക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി എന്ന് നിലവിളിച്ച് റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കാലിൽ വീണ് മാപ്പിരുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് തടിയൂരാനുള്ള ഷോണിൻ്റെ ശ്രമം അത് പെട്ടെന്ന് വിജയിച്ചില്ലെന്നാണ് കേൾക്കുന്നത്. തട്ടിൽ പിതാവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞുവെങ്കിലും സഭയും BJPയും തമ്മിലുള്ള ബന്ധത്തിൽ കടുത്ത വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. ഉടൻ ഒരു മഞ്ഞുരുകുമെന്ന് തോന്നുന്നില്ല. ഷോൺ ജോർജും PC ജോർജും സഭയെയും ദീപികയെയും കടുത്ത ഭാഷയിൽ അപമാനിച്ചതും കാഞ്ഞിരപ്പള്ളി പിതാവിനെ അധിക്ഷേപിച്ചതും അതിന്മേലുണ്ടായ മുറിവുകൾ അത്ര വേഗത്തിൽ ഉണങ്ങുമെന്ന് കരുതുന്നില്ല. ഷോണും PC ജോർജും BJPക്ക് ബാധ്യതയാകുമെന്ന് കേരളത്തിലെ BJP നേതാക്കളിൽ ഒരു വിഭാഗം കരുതുന്നു. അത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അത് പ്രകടമായി. പല പാർട്ടികളിൽ നിന്ന് മാറി ഒടുവിൽ KM മാണിയെയും ഉമ്മൻചാണ്ടിയെയും പേരെടുത്ത് അധിക്ഷേപിച്ച PC ജോർജ്, ആ PC ജോർജ് എന്ന വിഷപ്പാമ്പ് BJPയും തിരിഞ്ഞു കൊത്തുമെന്ന് BJPയിലെ ഒരു വിഭാഗം ചിന്തിച്ചു തുടങ്ങി. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവൃത്തികൾ അതായിരുന്നു ഇരുവരുടെയും. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ തന്തയും മകനും പതറിയെന്ന് വേണം കരുതാൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ ഏതു വിധേനയും പാലായിൽ എത്തിക്കണമെന്ന് തന്തയും മോനും ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ, രണ്ടുപേരും സ്ഥാനാർത്ഥികളല്ലേ. അതിനായി ഷോൺ മോൻ്റെ തലതൊട്ടപ്പനായ രാജീവ് ചന്ദ്രശേഖരനെയും ശിങ്കിടികളെയും ചാക്കിട്ട് പിടിക്കാൻ തന്തയും മോനും അരക്കെട്ട് മുറുക്കി കളത്തിലിറങ്ങി. കടം കയറി മൂടിഞ്ഞ തന്തയും മകനും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കടത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരുന്നു. പ്രധാനമന്ത്രി പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നതിൻ്റെ ഭാഗമായി കുറച്ച് ചക്രം തടയും. അതിൽ ഉള്ള കടത്തിൻ്റെ 60% തീർക്കാം. ബാക്കി 40% നാട്ടുകാരെ ചാക്കിലിട്ട് തീർക്കാമെന്നതായിരുന്നു ഇവരുടെ മോഹം. പക്ഷേ തന്തയും മോനും അത് പൂഞ്ഞാറ്റിൽ കണ്ടപ്പോൾ BJP അങ്ങ് ഡൽഹിയിൽ കണ്ടു. മാത്രമല്ല, എതിർകക്ഷികൾ പൂഴിക്കടകൻ അടിച്ചതോടെ തന്തയും മോനും പെരുവഴിയിലായി. പാലായ്ക്ക് വരേണ്ട വണ്ടി വഴിതിരിച്ച് തിരുവല്ലയിലേക്ക് വിട്ടു. അങ്ങനെ പ്രധാനമന്ത്രി തിരുവല്ലയിൽ ഇറങ്ങി. തന്തയുടെയും മോൻ്റെയും സ്വപ്നങ്ങൾ തവിട് പൊടിയായി. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ലഭിക്കാതെ വന്നതോടെ മാത്രമല്ല, തന്തയും മകനും കൂടി ഉണ്ടാക്കിയ കടം എങ്ങനെ തീർക്കുമെന്ന് ആദി പിടിച്ച് നടക്കുകയാണ്. അതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ
തന്തയും മോനും തോൽക്കുമെന്ന് ഉറപ്പായതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയായി. അതോടെയാണ് കാഞ്ഞിരപ്പള്ളി പിതാവിൻ്റെ നെഞ്ചത്തേക്ക് തന്തയും മോനും മേയാൻ തുടങ്ങിയത്. പി സി ജോർജെ, താങ്കൾ പി ജെ ജോസഫ് എന്ന മനുഷ്യൻ്റെ തണലിൽ നിന്ന് ആ കാലത്ത് +2 പേരിൽ നടത്തിയ ഇടപാടുകൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. താങ്കൾക്ക് എന്നു മുതലാണ് ക്രിസ്ത്യാനികളോട് സ്നേഹവും കൂറും ഉണ്ടായത്? കേരള കോൺഗ്രസ് ജോസഫിലും മാണിയിലും സെക്കുലർ പാർട്ടിയിലുമൊക്കെ നിന്നപ്പോഴെല്ലാം സഭയും ദീപികയും അകമഴിഞ്ഞ പിന്തുണ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അന്ന് കാണുന്നവനെ അപ്പായി എന്ന് വിളിക്കുന്ന സ്വഭാവം ദീപികയ്ക്കില്ല. ദീപികയുടെ പോരായ്മയും കുറവുകളും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കും മകനും എന്ത് യോഗ്യതയാണുള്ളത്? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശം ഷോണിനും ഷോണിൻ്റെ അപ്പനും ആരും നൽകിയിട്ടില്ല. ഉണ്ടോ? BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴിങ്ങനെ. അപ്പോൾ ജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ദൈവം വലിയവനാണ്.